സാധാരണ തെക്കൻ കളരിയിൽ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് കുറുവടി. സാധാരണ മുച്ചാൺപടിയുണ്ട്. മുച്ചാൺപടി എന്ന് പറയുമ്പോൾ 3 ചാണായിരിക്കും അകലം. ഇതിപ്പോൾ 1 ചാണ്, ഇത് 2, പിന്നെ ഇതിൻ്റെ ഒരു വീതം കൂടെ വരും. ഇത്രയും അകലം വരുന്നതാണ് മുച്ചാണെന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ 2 ചാണ് ഉപയോഗിക്കാറുണ്ട്, 1.5 ചാണ് ഉപയോഗിക്കാറുണ്ട്. ഇത് 1.5 ചാണാണ്, 1.5 ചാണേ ഇതുള്ളൂ. എന്നാൽ ഈ ചെറുവിരലിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്കും 2 ചാണ്. 2 ചാണാണ് പൊതുവേ തെക്കൻ കളരിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു വീതം കൂടെ ഉള്ള ഒരു 3 ചാണ് ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മൾ സാധാരണ ചെറിയ രീതിയിൽ കൊണ്ടു നടക്കാൻ എളുപ്പത്തിന്, അല്ലെങ്കിൽ പണ്ടുള്ള പ്രായമായ ആൾക്കാർ നമ്മുടെ തെക്കനിലെ ഈ സ്റ്റേജ് പ്രോഗ്രാമിനോ ഷോ ഐറ്റത്തിനോ അങ്ങനെ കാണിക്കുന്നതല്ലാതെ പഴയ ആൾക്കാർ ഈ ടോർച്ച് കൊണ്ടുള്ള നല്ല പ്രയോഗങ്ങൾ നടത്തും. അത് ഇതുപോലത്തെ ചെറിയ വടികളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വടി ഇല്ലാതെയാണ് ഇത് നമ്മളിപ്പോൾ ഒരാളിനെ ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ പ്രായമായ അപ്പൂപ്പന്മാരൊക്കെയാണ് പണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. നല്ല പ്രായമായ ആരോഗ്യമൊക്കെ അല്പം കുറഞ്ഞ, ഹൈറ്റും വെയിറ്റൊക്കെ അല്പം കുറഞ്ഞ, ഈ ആരോഗ്യം പൊതുവെ കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരാൾ അടിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിനകത്ത് നിൽക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യുമ്പോൾ നിൽക്കുന്നില്ല എങ്കിൽ അടുത്തടിച്ചോ, നമുക്ക് പെട്ടെന്ന് ഈ തട്ടി മാറ്റുമ്പോഴത്തേക്കും നമ്മുടെ കൈ കൊണ്ട് ചിലപ്പോൾ ഇതിനെ തട്ടി മാറ്റാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആരോഗ്യമുള്ള ഒരാളുടെ അടി വരുമ്പോൾ പലപ്പോഴും നമുക്കാണെങ്കിൽ കൈ ബ്ലോക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊന്നും അതിനെ ബ്ലോക്ക് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് ഡിഫൻസും ഓഫൻസും ഒരേ സമയത്ത്, അതായത് അറ്റാക്ക് ചെയ്യുന്നതിനെ നമുക്ക് പ്രതിരോധിക്കാനും തിരിച്ചാക്രമിക്കാനും പറ്റുന്ന നല്ലൊരു ആയുധമാണ് ഈ കുറുവടി അല്ലെങ്കിൽ ചെറുവടി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ ആയുധത്തിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ്, എനിക്കിത് ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്യാം. ചെറിയ ചൂട് മാറ്റം മതിയാവും. അതായത് ഈ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്നിട്ട് എൻ്റെ വലത്തേ കാല് വലത്തോട്ടൊന്ന് ഇറക്കിയിട്ട് എനിക്കിങ്ങനെ ബോഡി ചരിച്ചാൽ മതിയാവും. ഒന്നുകൂടെ ഒന്നടിച്ചോ. ഇത് ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്യാം. ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇത് ഉപയോഗിച്ചാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അടിച്ചോ, ഇതാ ഈ രീതിയിൽ ബ്ലോക്ക് ചെയ്യാം. അടുത്ത് തലയിലാണ് വരുന്നതെന്ന് കരുതിക്കോ, പിന്നിലോട്ട് ഇറങ്ങിയിട്ട് പിന്നിലോട്ട് നമ്മുടെ കാല് മാറ്റിയതിന് ശേഷം ഈ രീതിയിൽ ബ്ലോക്ക് ചെയ്യാം. അടുത്ത് വീണ്ടും അടിക്കുകയാണ്. നമ്മളിപ്പോൾ കൈ കൊണ്ട് ഈ തട്ടി മാറ്റുന്നത് പോലെ വീണ്ടും ഇതുകൊണ്ട് തന്നെ തട്ടി മാറ്റിയിട്ട് ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ബ്ലോക്ക് ചെയ്യാൻ നേരമാകുമ്പോഴത്തേക്കും സാധാരണ ഒരാൾ ചോദിക്കുന്നുണ്ട്, അവൻ എങ്ങനെ അടിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടാണോ വരുന്നത്, തലയിലടിക്കോ വശങ്ങളിലടിക്കോ എങ്ങനെ അടിക്കുമെന്ന് പറഞ്ഞിട്ടാണോ വരുന്നത് എന്നൊരു ചോദ്യം ആദ്യം വരും. അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ നോക്കിക്കൊണ്ടിരുന്നാൽ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടും. കാരണം നീ ഇപ്പോൾ തലയിലാണ് അടിക്കുന്നതെങ്കിൽ നിൻ്റേതായിട്ടുള്ള ഈ ഒരു ഷോൾഡർ ഒന്ന് താഴ്ന്നിട്ടായിരിക്കും പൊങ്ങുക. ഒന്ന് തലയിലോട്ട് അടിക്കാൻ വേണ്ടി ഒന്ന് വന്നോ, ചെറിയൊരു മൂവ്മെൻറ്റ്സ് അവിടെ വരും. ഒന്നും വേണ്ട, നിൻ്റെ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് വന്നാൽ തന്നെ അറിയാം ഒരു അറ്റാക്ക് നമുക്ക് വരുന്നു എന്നറിയാം. എക്സാമ്പിൾ, ബാക്കിലോട്ട് വന്നോ, നീ ഏതൊരു അറ്റാക്ക്, നീ ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നില്ല ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്, തലയിലാണോ വശങ്ങളിലാണോ എങ്ങോട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് നീ പറയുന്നില്ല. എങ്കിലും നീ വെറുതെ ഒരു അറ്റാക്കിന് വേണ്ടി ഒന്ന് മൂവ്മെൻറ്റ്സ് എടുത്താൽ മതി. വന്നോ, ഒരു ചെറിയൊരു മുന്നിലോട്ട് വരാനുള്ള ഒരു ടെൻഡൻസി വരുമ്പോൾ തന്നെ എനിക്കിവിടെ നിന്നിട്ട് നിൻ്റെ ആ പൊസിഷൻ അനുസരിച്ചിട്ട് ഒന്നേ കാല് ബാക്കിലോട്ട് മാറി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഈ നിൽക്കുന്ന എനിക്ക് വശങ്ങളിലോട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. ഇല്ല എങ്കിൽ നേരെ പിന്നിലോട്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള ചൂടുമാറ്റങ്ങളുണ്ട്. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഉദാഹരണത്തിന് നീ എൻ്റെ അടുത്തൊന്നും പറയുന്നില്ല, അവിടെ നിന്നിട്ട് ഏതെങ്കിലും ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് ശ്രമിച്ചോളൂ. പെട്ടെന്ന് എനിക്ക് ആ ഒരു മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊറിയോഗ്രാഫി ചെയ്ത പോലെയും കൈപ്പോരും ബാക്കിയെല്ലാം ചെയ്ത് വയ്ക്കുമ്പോൾ ഉള്ളൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ, നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നിൽ കൂടെ പോകുന്ന ഒരു കാറ് പെട്ടെന്ന് ബ്രേക്ക് ഇടുകയാണ്. നമ്മൾ ചിലപ്പോൾ ആ കാറിനെ നോക്കിക്കൊണ്ട് എന്നെ ഇരിക്കണമെന്നില്ല, നമ്മൾ ചിലപ്പോൾ മുന്നിലും സൈഡിലുള്ള വാഹനങ്ങളെ ഒന്നും ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. നമ്മൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടായിരിക്കും റോഡെ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. പെട്ടെന്നൊരു വണ്ടി ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോലും അറിയാതെ പെട്ടെന്നൊന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യും. പെട്ടെന്ന് നമ്മുടെ മുന്നിലൂടെ പോയ വാഹനമാണെങ്കിൽ സൈഡിലോട്ടോ എങ്ങോട്ടെങ്കിലും ഇൻറ്റീരിയർ പോലും അതൊന്ന് വെട്ടി തിരിഞ്ഞാൽ പോലും നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിനകത്ത് വരും. ഇതുപോലെ നമ്മൾ കൊറിയോഗ്രാഫി ചെയ്തിട്ടായാലും നമ്മൾ കൈപ്പോരി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ബാക്കിയുള്ള ആയുധങ്ങളെല്ലാം ചെയ്ത് വരുമ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് അതൊന്ന് സെറ്റാവും, റിഫ്ലക്സ് ആക്ഷൻ വർക്കാവും. അപ്പോൾ ഈ നിൽക്കുന്ന നീയാണെങ്കിൽ പെട്ടെന്നൊരു അറ്റാക്കിന് വേണ്ടി ശ്രമിച്ചോ, പെട്ടെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് വരും. അത് കളരിയിലെന്നല്ല ഏത് മാർഷൽ ആർട്സും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കിട്ടും. പക്ഷേ സാധാരണ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്ന ചോദിക്കുന്നവർക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവണമെന്നില്ല. അത് റിഫ്ലക്സ് ആക്ഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു റിഫ്ലക്സ് ആക്ഷൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഈ മൂവ്മെൻറ്റ്സ് ഓക്കെയാണ്. പിന്നെ അടുത്ത് അവിടെ കൈ വരുന്ന രീതി, കൈ വരുമ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം ഈ വശങ്ങളിലൂടെയാണ്. ഈ ഒരു മൂവ്മെൻറ്റ്സ് വരുമ്പോൾ കൈ പൊങ്ങി വരാനാണ് സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ ഈ 45 ഡിഗ്രിയിൽ വരാനായിരിക്കും സാധ്യത കൂടുതൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആംഗിൾ വെച്ചിട്ട് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഇതിന് മുന്നേ പലതവണ നമ്മൾ പഠിച്ചിട്ടുള്ളതായിട്ട് വീണ്ടും അത് വിശദീകരിക്കുന്നില്ല. ആ ബോഡിയുടെ ആംഗിൾ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് അത് ഏത് രീതിയിൽ വരാം എന്ന് പറയാൻ പറ്റും. കാരണം നമുക്കറിയാം, ഇതിന് മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മളിപ്പോൾ കൈ എടുക്കുമ്പോൾ ഇതുവരെ നമ്മൾ കൈ ഉയർത്താനുള്ള എനർജിയാണ്. ഇത് വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഏത് ആംഗിളിലാണ് അടിയ വരാൻ പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത് വെച്ച് ഉപയോഗിക്കാം. അതായത് ഈ ആംഗിൾ മനസ്സിലാക്കിയതിന് ശേഷം ഇതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ജസ്റ്റ് തലയിലാണ് അടിക്കുന്നതെന്ന് കരുതുക, എനിക്കിത് ഈ ബ്ലോക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എല്ലൊക്കെ ജോയിൻ്റൊക്കെ വരുന്ന ഭാഗങ്ങളിൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇല്ല എങ്കിൽ ഇതാ ഇങ്ങനെ ഒരു അടി അടിച്ചങ്ങ് തട്ടി മാറ്റാം. ഉദാഹരണത്തിന് ഞാൻ കൈ കൊണ്ട് അടിക്കാം, നീ ഒന്ന് അടിക്കാമെന്നോ. ഈ കൈ കൊണ്ട് അടിച്ച സ്ഥാനത്ത് ഇതുകൊണ്ടാണ് നല്ല ഫാസ്റ്റിലൊന്നും അടിക്കണമെങ്കിൽ കൈ തന്നെ അവിടെ പൊട്ടിപ്പോവും.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ തലയ്ക്ക് അടിച്ചോ. ഈ അടിച്ച സ്ഥാനത്തും കൈ കൊണ്ട് അടിച്ച സ്ഥാനത്തിന് പകരം ഇതാണ് ഉപയോഗിച്ചതെങ്കിൽ കൈ പൊട്ടാൻ സാധ്യതയുണ്ട്. അടുത്തൊന്നുകൂടെ വന്നോ. ഈ സ്ഥാനത്തും എനിക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഈ ബ്ലോക്കുകളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ മൂവ്മെൻറ്റ്സ് ഉള്ളൂ, വലത്തോട്ടും ഇടത്തോട്ടും ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ കോമൺ ആയിട്ട് ഒരാളിന് തോന്നും നമ്മുടെ കൈ കൊണ്ട് ഇതൊക്കെ അടിച്ച് ഞാൻ നിൽക്കുമോ, പ്രായം കൂടിയ ഒരാളാണ്, നല്ല പ്രായമുള്ള ഒരാളാണ്, ആരോഗ്യമില്ലാത്ത ആളാണ്, കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്താൽ നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതുപോലൊരു ആയുധം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു ബ്ലോക്ക് നടക്കും, അതിൻ്റെ കൂടെ ഒരു ഏൽപ്പിക്കവും നടക്കും. എക്സാമ്പിൾ സ്ലോയിൽ ചെയ്താൽ മതി. ഒന്ന് ബ്ലോക്ക് ചെയ്തു, കറക്റ്റായിട്ട് മർമ്മത്തിലോട്ട് ഏൽപ്പിക്കാം. ആയുധം ഇല്ലാതൊന്നും ഞാൻ ചെയ്യാം, ചിലപ്പോൾ ആയുധം വയ്ക്കുമ്പോൾ ഡേഞ്ചർ ആയതുകൊണ്ട് ആയുധം ഇല്ലാതെ ചെയ്തുതരാം. ഇത്രയേ ഉള്ളൂ. ഇതിൽ ആയുധം ഇരിക്കുന്നു എന്ന് കരുതിയാൽ മതി, ഇതിൽ ആയുധമുണ്ട്, അടിച്ചോ. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് തലയ്ക്കാണ് വരുന്നതെന്ന് വെച്ചോ. ആയുധം വെച്ചിട്ടാണെങ്കിൽ ഇതായിരുന്നു ബ്ലോക്ക്. ആയുധം വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ആയുധം വെച്ചിട്ട് ഒന്ന് ഈ ബ്ലോക്ക് ചെയ്തിട്ട് ഈ രീതിയിൽ നമ്മുടെ ബോഡിയുടെ സൈഡിൽ നിന്ന് ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനർജി എൻ്റെ നേർക്കാണ്, എൻ്റെ തലയിലോട്ടാണ്. ഒരു കത്തി വരുന്നു അല്ലെങ്കിൽ എന്തായാലും പവർ എൻ്റെ നേർക്കാണ്. ഇപ്പോൾ ഒന്ന് ബലം പ്രയോഗിച്ച് നോക്കിയേ, എൻ്റെ അടുത്തോട്ടല്ല വരുന്നത്, പുറത്തോട്ടാണ്. ഈ പുറത്തോട്ട് പോകുന്ന സമയത്ത് തന്നെ എനിക്ക് നേരെ കഴുത്തിലോട്ട് ബാക്കി മർമ്മഭാഗങ്ങളോട്ട് ചെയ്യാൻ പറ്റും. ഇതൊന്ന് സ്പീഡിൽ ചെയ്ത് കാണിച്ചു തരാം. തലയിലോട്ടാണ് അടി വരുന്നതെങ്കിൽ അടിച്ചോ. ഇത്രയേ ഉള്ളൂ. ഇതാ ഏൽപ്പിച്ച് കഴിഞ്ഞു. ഒന്നുകൂടെ അടിച്ചോ. ഏൽപ്പിച്ച് കഴിഞ്ഞു. ഓക്കെ. ഇനി അടുത്തത് വശങ്ങളിലോട്ടാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് മാറ്റി എനർജി ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങോട്ടാണ് ഞാൻ മാറ്റിയത്. ഈ മാറ്റിയതിന് ശേഷം എനിക്ക് പല രീതിയിലുള്ള പ്രയോഗമുണ്ട്. ഒന്ന് എനിക്ക് ഈ കൈ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കയറ്റാം. ഈ വച്ചിരുന്നതിന് ശേഷം എനിക്ക് വലത്തെ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഇടത്തെ കൈ കൊണ്ട് കയറ്റാം. പല രീതിയിലുള്ള പ്രയോഗങ്ങളുണ്ട്. ആദ്യം ഒന്ന് സ്ലോയിൽ കാണിച്ചു തരാം. ഒന്നുകൂടെ ആദ്യം സ്ലോയിൽ കാണിച്ചു തരാം. 1 2. ഇനി അല്പം ഒന്ന് സ്പീഡിൽ കാണിച്ചു തരാം. ആയുധമില്ലാതെ കാണിച്ചു തരാം. അടിച്ചോ. അതെ, തട്ടി മാറ്റിയതിന് ശേഷം ഇത് ഒന്നുകൂടെ സ്ലോയിൽ കാണിച്ചു തരാം. ബ്ലോക്ക് ചെയ്തു, ആയുധം കൊണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെ അങ്ങ് തട്ടി മാറ്റി കൈ അങ്ങ് മാറ്റിയതിന് ശേഷം ഏൽപ്പിക്കാം. ഒന്നുകൂടെ. ഇനി നമുക്ക് ഇത് തിരിച്ച് വരുമെന്നൊരു പേടി ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഒരു ആയുധം കൊണ്ടാണ് ബ്ലോക്ക് ചെയ്യുന്നത്, ഒരിക്കലും തിരിച്ച് വരില്ല, അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മൾ ഇത് വെച്ചിട്ട് ഒരു അടിയാണ് അടിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഫാസ്റ്റായിട്ട് നമ്മൾ പ്രയോഗിക്കുകയാണ്. ഈ പ്രയോഗം വന്നു കഴിഞ്ഞാൽ തിരിച്ചൊരു പ്രയോഗമില്ല. ഇനി നമുക്കത് പേടിയാണ്, ചിലപ്പോൾ അങ്ങനെ വരാം, നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, നമുക്ക് ചിലപ്പോൾ മുന്നോട്ട് വരാനായിട്ട് ഒരു ടെൻഡൻസി, അതായത് അടി കിട്ടുമോ എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഈ ബ്ലോക്ക് ചെയ്തിട്ട്, അതായത് വടി ഇരിക്കുകയാണ്, ബ്ലോക്ക് ചെയ്തിട്ട് ഈ കൈ ഇവിടെ തന്നെ നിർത്തണം. വടി മാത്രം ഊരി അങ്ങോട്ട് കുത്താം. എക്സാമ്പിൾ അടിച്ചോ. സ്ലോയിൽ ചെയ്താൽ മതി. ഒന്ന് ഇത് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്, കൈ ബ്ലോക്ക് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഏൽപ്പിക്കാം. ഓക്കെ. ഒന്നുകൂടെ. ഒന്ന് ഇപ്പോൾ കൂളായിട്ട്, ഞാൻ ഇപ്പോൾ റെഡിയായിട്ട് ഞാൻ നിൽക്കുന്നില്ല, അതായത് ഇപ്പോൾ കൂളായിട്ട് നിൽക്കുകയാണ്. അടിച്ചോ. ഇത് ബ്ലോക്കിങ്. ഒന്നുകൂടെ ഞാൻ ഇപ്പോൾ കൂളായിട്ട് നിൽക്കുകയാണ്. വേറെ നേരത്തെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ സെറ്റ് ചെയ്തൊന്നും അല്ല നിൽക്കുന്നത്, നോർമലായിട്ട് നിൽക്കുകയാണ്. അടിച്ചോ. ഒന്ന് ഇതിപ്പോൾ അടി കിട്ടിയില്ല, അടിയും അഥവാ തലയിൽ തന്നെ വരുന്ന രീതിയിൽ അടിച്ചോ. ഒന്നുകൂടെ ഞാൻ ഇപ്പോൾ കൂളായിട്ട് നിൽക്കുകയാണ്. നേരത്തെ മുൻകൂട്ടി അടി ഏത് രീതിയിൽ വരുമെന്നോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ച് തന്നെ നിൽക്കുന്നില്ല, ജസ്റ്റ് തലയിൽ തന്നെ ഒഴിക്കാതെ കറക്റ്റ് തലയിൽ തന്നെ അടിച്ചോ. ബ്ലോക്ക്. ഈ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വലത്തെ കൈ അവിടെ തന്നെ നിർത്തിയിരിക്കുക. എന്നിട്ട് ഈ ഇടത്തെ കൈ കൊണ്ട് നേരെ എവിടെ വേണമെങ്കിലും പ്രയോഗങ്ങൾ നടത്താം. ഒന്ന് ഫാസ്റ്റായിട്ട് കാണിച്ചു തരാം. ഈ രീതിയിൽ. അപ്പോൾ സംഭവം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ സാധാരണ കൊറിയോഗ്രാഫി ചെയ്ത് സ്റ്റേജ് പ്രോഗ്രാമിനോ റോഡ് ഷോയ്ക്കോ ചെയ്യുന്നത് പോലെയുള്ള ഈ കാര്യങ്ങൾക്കകത്ത് തന്നെ ഇതുപോലത്തെ പ്രയോഗങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കില്ല. നമുക്ക് 2 ചാട്ടം, പിന്നെ തറയിൽ കൂടെ വെട്ടുന്നു, തലയിൽ കൂടെ വെട്ടുന്നു, അത് മാത്രം ചെന്നിട്ട് എത്ര ടൈം അടിക്കുന്നു, എത്ര ഉയർത്തി ചാടുന്നു, ഇതൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന പ്രയോഗങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം സിമ്പിളായിട്ട് ഒരു പ്രായം കഴിഞ്ഞാലും ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു വടി കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പ്രയോഗങ്ങൾ നടത്താൻ പറ്റും.